ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരളാൻഡിലേക്ക് സ്വാഗതം. മാസത്തിലൊരിക്കൽ ഷിപ്പ്യാർഡ് ക്യാൻറ്റീനിലേക്ക് ഈ യാത്ര പതിവുള്ളതാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. എന്നാൽ ഇന്നത്തെ യാത്രയ്ക്ക് അത്രയധികം സന്തോഷമൊന്നും എനിക്കില്ല. ചേട്ടന്റെ ജോലി സ്ഥലത്തിനോട് ചേർന്നാണ് ഷിപ്പ്യാർഡ് ക്യാൻറ്റീൻ. അതുകൊണ്ട് തന്നെ ചേട്ടൻ ഇറങ്ങുന്ന നേരം കണ്ട് ഞാനും വീട്ടിൽ നിന്നിറങ്ങും. എന്നാൽ ഇവിടെ വില്ലനായത് ട്രാഫിക് ജാമാണ്. സാധാരണ ഞാൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ബില്ലടിക്കുന്ന നേരം ചേട്ടനെത്തും. പ്ലാനിംഗ് ഒക്കെ തെറ്റിച്ചുകൊണ്ട് ചേട്ടൻ ചിരിച്ചുകൊണ്ട് മുന്നിൽ വന്ന് നിന്നു. സാധാരണ ചേട്ടനെ പറ്റിക്കാൻ കിട്ടുന്ന മാസത്തിലെ ഈ ഒരു ദിവസം അങ്ങനെ നഷ്ടമായി. ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ ഷെൽഫുകളിലിരുന്ന് എന്നെ നോക്കി ചിരിച്ചു. എന്റെ പ്രിയപ്പെട്ട സാധനങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ചേട്ടന്റെ ട്രോളിയുടെ സ്പീഡ് കൂടും. അതിനൊപ്പം എത്താൻ ഞാനും ഓടും. ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ധൈര്യമൊന്നും എനിക്കായിട്ടില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ നല്ല ധൈര്യം ആവശ്യമാണെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. കല്യാണം കഴിഞ്ഞ് ആദ്യമായി കടയിൽ പോയ ഒരു അനുഭവം കൂടി പങ്കുവയ്ക്കാം. ചേട്ടന്റെ പിറന്നാളിന് പായസം വെക്കാൻ തീരുമാനിച്ചു. പായസത്തിനു മധുരം കുറവായി പോയി. അർജന്റായി ശർക്കര വാങ്ങാൻ അമ്മ എന്നെ അടുത്ത കടയിലേക്ക് വിട്ടു. കാശുമെടുത്ത് ഞാൻ ഗേറ്റ് കടക്കുന്നേരം അമ്മ വിളിച്ചു പറഞ്ഞു, ഒരു ഉണ്ട ശർക്കര. ഞാനാകെ പെട്ട പോലെയായി. 1 കിലോ ശർക്കര, 1/2 കിലോ ശർക്കര എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഉണ്ട ശർക്കര എന്ന് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ലായിരുന്നു. ചെറിയ ചെറിയ ക്യൂബുകളായിട്ടുള്ള ശർക്കരയാണ് എൻ്റെ വീട്ടിൽ വാങ്ങാറ്. എൻ്റെ വീട്ടിൽ ഞാനിട്ടിരുന്ന ലിസ്റ്റുകളിൽ ഒന്നിലും ഈ ഉണ്ടക്കണക്ക് വന്നിരുന്നില്ല. കടയിലെത്തിയപ്പോൾ 3-4 പേരുണ്ടായിരുന്നു. അവർ സാധനം വാങ്ങി പോയതിനു ശേഷം ഞാൻ വാങ്ങാമെന്ന് തീരുമാനിച്ചു. ചമ്മുകയാണെങ്കിൽ കാണുന്ന ആളുകളുടെ എണ്ണം കുറയുമല്ലോ എന്ന് കരുതി. അവരുണ്ടോ എന്നെ വിടുന്നു. പുതുപ്പെണ്ണിന്റെ മുൻഗണന കൊണ്ടാകാം എല്ലാവർക്കും ഞാൻ സാധനം വാങ്ങിയാൽ മതി. ഞാൻ ആകെ പെട്ട പോലെയായി. ശർക്കര എന്ന് പറഞ്ഞതും എത്ര വേണമെന്നായി. ഞാൻ ചോദിച്ചു, ഇവിടെ ശർക്കരയൊക്കെ എങ്ങനെയാ തൂക്കുന്നത്? ആദ്യത്തെ ചോദ്യം തന്നെ കയ്യിൽ നിന്നും പോയി. എല്ലാവരും കൂടി ചിരിയായി. അന്നത്തെ അവരുടെ ആ ചിരി ഇന്നും ആ കടയിൽ പോയാൽ എനിക്കത് ഫീലാകാറുണ്ട്. അതിനുശേഷം കടയിൽ പോകുമ്പോഴെല്ലാം ഞാൻ വിശദമായി ചോദിച്ചറിഞ്ഞിട്ടേ പോകാറുള്ളൂ. ക്യാൻറ്റീനിൽ നിന്നും സാധനങ്ങൾ വാങ്ങി ഇറങ്ങി. ശരവണാസിൽ നിന്നും മസാല ദോശ കഴിക്കാൻ കയറി. ചേട്ടനുമായി എവിടെ പോയാലും ഫുഡിന്റെ കാര്യത്തിൽ പഞ്ഞം വരില്ല. ഇവിടുത്തെ മസാല ദോശയ്ക്കും വടയ്ക്കും ചമ്മന്തിക്കും എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചേട്ടനിങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല. വീഡിയോകൾ എടുക്കാൻ നല്ല കഴിവ് ആവശ്യമാണ്. ഇനി വരും വീഡിയോകളിൽ പുറംകാഴ്ചകൾ പകർത്താൻ ഞാൻ ശ്രമിക്കാം. ഫുഡ് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. മുന്നിലായി ധാരാളം സ്വീറ്റ്സുകളുണ്ട്. കുട്ടികളെക്കാളും കഷ്ടമാണ് എൻ്റെ കാര്യം. ഞാൻ പാവത്തിനെ പോലെ നിന്നു. അവിടെ നിന്ന് അതും വാങ്ങി ഇറങ്ങി. കുട്ടി യാത്രകളും വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.